ചിത്രകലാശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷെയ്ഡിംഗ്, ലൈറ്റ് ആൻഡ് ഷാഡോ എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തിയററ്റിക്കലായി ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ഭാഗത്തിൽ നാം മനസ്സിലാക്കി. ഇനി ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഈ അറിവുകൾ എങ്ങനെ പ്രായോഗികമായി ഉപയോഗപ്പെടുത്താമെന്ന് നമുക്ക് നോക്കാം. ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ആദ്യമായിട്ട് പെൻസിൽ എങ്ങനെ ഹോൾഡ് ചെയ്യണം എന്നുള്ളത്. പെൻസിൽ സാധാരണയായി രണ്ട് രീതിയിൽ ഹോൾഡ് ചെയ്യാം. ഒന്ന്, തള്ളവിരലും ചുണ്ടുവിരലും മധ്യവിരലും ഉപയോഗിച്ച് പെൻസിൽ ഹോൾഡ് ചെയ്ത് വരയുന്ന രീതി. ഏതാണ്ട് പേപ്പറിൽ നിന്ന് ഒരു 45-50 ഡിഗ്രി ആംഗിളിൽ പെൻസിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം വരയുന്നതാണ് ട്രിപ്പോഡ് ഗ്രിപ്പ്. അടുത്തത് ഓവർ ഹാൻഡ് ഗ്രിപ്പ്. ഓവർ ഹാൻഡ് ഗ്രിപ്പിൽ പെൻസിലിൻ്റെ ഒരു വശത്ത് തള്ളവിരലും മറ്റെല്ലാ വിരലുകളും ഒരു വശത്തും പിടിച്ച് പെൻസിൽ ഏതാണ്ട് പേപ്പറിന് സമാന്തരമായി പിടിച്ചുകൊണ്ട് വരയുകയോ ഷെയ്ഡ് ചെയ്യുകയോ ചെയ്യാം. ഇതിൽ ഷെയ്ഡ് ചെയ്യാൻ കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ളത് ഓവർ ഹാൻഡ് ഗ്രിപ്പാണ്. കാരണം ട്രിപ്പോഡ് ഗ്രിപ്പിൽ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് പെൻസിലിൻ്റെ ടിപ്പ് അഥവാ മുന മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. എന്നാൽ ഓവർ ഹാൻഡ് ഗ്രിപ്പിൽ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് പെൻസിലിൻ്റെ ഒരു വശം മുഴുവൻ പേപ്പറിൽ പതിയുന്നതിനാൽ കൂടുതൽ സ്മൂത്തായിട്ട് ഈവണായിട്ടും നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ സാധിക്കുന്നു. ഷെയ്ഡ് ചെയ്യുന്നതിന് ഉചിതമായ രീതിയിൽ പെൻസിലിൻ്റെ മുന ടിപ്പ് എങ്ങനെ ഷാർപ്പ് ചെയ്യാമെന്നുള്ളതാണ്. സാധാരണ നാം കട്ടർ ഉപയോഗിച്ചൊക്കെ ഷാർപ്പ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയായിരിക്കും ലഭിക്കുക. എന്നാൽ നമുക്ക് ഷെയ്ഡ് ചെയ്യുന്നതിന് കുറച്ചും കൂടി സ്ലോപ്പിൽ ഷാർപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇതുപോലെ ബ്ലേഡോ പേപ്പർ കട്ടറോ മറ്റോ ഉപയോഗിച്ച് വളരെ സ്ലോപ്പായിട്ട് പെൻസിലിൻ്റെ ഈ ഗ്രാഫൈറ്റ് ഭാഗം കൂടുതൽ കാണുന്ന രീതിയിൽ ഷാർപ്പ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഷെയ്ഡ് ചെയ്യുമ്പോൾ കൈയുടെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഒന്നുകിൽ പേപ്പറിൻ്റെ ഇരുവശത്തേക്കും പേപ്പർ വളരെ ഈസി ജെൻറ്റിൽ ആയി മൂവ് ചെയ്തുകൊണ്ട് ഷെയ്ഡ് ചെയ്യാവുന്നതാണ്. ബലം പ്രയോഗിക്കുവാൻ പാടില്ല. വളരെ ഈസി ആയിട്ട് ജെൻറ്റിൽ മൂവ്മെൻ്റ് ആയിരിക്കണം. ഒരു മീഡിയം പ്രഷർ മാത്രമേ കൊടുക്കുവാൻ പാടുള്ളൂ. ഇനി രണ്ടാമത്തത് സർക്കുലർ മോഷനിൽ ഷെയ്ഡ് ചെയ്യുകയാണ്. ഇതാണ് എനിക്ക് കൂടുതൽ സൗകര്യമായി തോന്നുന്നത്. ഒരു സർക്കുലർ മോഷനിൽ ഷെയ്ഡ് ചെയ്ത് പോകുന്നു. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്മൂത്തായും കൂടുതൽ ഈവണായിട്ടും നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ സാധിക്കും. പെൻസിലിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയാൽ ഏകദേശം ഇതുപോലെ റൗണ്ടായിരിക്കും. സർക്കുലർ മോഷനിലാണ് ഷെയ്ഡ് ചെയ്യുന്നത്. ഏറ്റവും ലൈറ്റായിട്ടുള്ള 6H മുതൽ വളരെയധികം ഡാർക്കായിട്ടുള്ള 10B വരെയുള്ള വിവിധ ഡാർക്ക്നെസ്സിലുള്ള ഡ്രോയിങ് പെൻസിലുകൾ അവൈലബിൾ ആണ്. HB ആണ് സാധാരണയായി നാം വരയ്ക്കുവാൻ ഉപയോഗിക്കുന്ന പെൻസിൽ. ഇതിൽ H ഹാർഡ്നെസ്സിനെയും, അതായത് എത്രമാത്രം ലൈറ്റാണ് എന്നുള്ളതും, B ബ്ലാക്ക് അഥവാ എത്രമാത്രം ഡാർക്കാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നു. എത്രമാത്രം ലൈറ്റായി അല്ലെങ്കിൽ എത്രമാത്രം ഡാർക്കായി ഷെയ്ഡ് ചെയ്യണം എന്നതിനനുസരിച്ച് ഇതിൽ ആവശ്യമുള്ള പെൻസിൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത്രയും പെൻസിൽ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു HB അല്ലെങ്കിൽ H പെൻസിൽ, പിന്നെ ഒരു 2B, പിന്നെ ഒരു 6B, ഇങ്ങനെ 3 പെൻസിലുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഭംഗിയായി ഷെയ്ഡ് ചെയ്യാൻ സാധിക്കും. ഡാർക്ക് ഷാഡോ പാർട്ട് 6B ഉപയോഗിച്ചും ലൈറ്റ് ടോണുകൾ 2B ഉപയോഗിച്ചും ഷെയ്ഡ് ചെയ്യാവുന്നതാണ്.
വ്യത്യസ്ത ബ്രാൻഡുകളുടെ ഡ്രോയിങ് പെൻസിലുകൾ ഇന്ന് ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അവയിൽ ആർട്ട് ലൈൻ ഒരുവിധം നല്ല ക്വാളിറ്റി പെൻസിലാണ്. അതുപോലെ അപ്സരയും കൊള്ളാം. ഇനി പ്രൊഫഷണൽ ക്വാളിറ്റിയിലുള്ള സ്റ്റഡ്ലർ, മാർസ്, ലുമോഗ്രാഫ് പോലെയുള്ള പെൻസിലുകൾ ഓൺലൈൻ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്. ഇനി വിവിധ തരം ഷെയ്ഡിംഗ് മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹാച്ചിങ്, സമാന്തരമായ വരകൾ വരഞ്ഞ് ഷെയ്ഡ് ചെയ്യുന്ന രീതിയാണിത്. ഇതിൽ ഡാർക്ക്നെസ് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് വരകൾക്കിടയിൽ വീണ്ടും വരകൾ വരയ്ക്കുന്നു. ക്രോസ് ഹാച്ചിങ്, ഹാച്ചിങ് പോലെ തന്നെ സമാന്തരമായ ലൈനുകൾ വരഞ്ഞതിന് ശേഷം അതിന് ക്രോസായും ലൈനുകൾ വരയ്ക്കുന്നു. ഇതിലും ഡാർക്ക്നെസ് കൂട്ടിക്കൊണ്ടുവരുന്നത് ഇടയിൽ വരകൾ വരഞ്ഞുകൊണ്ടാണ്. ഹാച്ചിങ്ങും ക്രോസ് ഹാച്ചിങ്ങും സാധാരണയായി പേന കൊണ്ട് കാർട്ടൂണുകൾ, മറ്റ് സ്കെച്ചിങ് എന്നിവ ചെയ്യുന്ന സമയത്താണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. സ്റ്റിപ്പിൾ ഷെയ്ഡിങ്, ഡോട്ടുകൾ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുന്ന രീതിയാണിത്. ഷെയ്ഡ് ചെയ്യേണ്ട ഭാഗത്ത് കുത്തുകൾ ഇട്ടുകൊണ്ട് ഷെയ്ഡിങ് ചെയ്യുന്നു. ഡാർക്ക്നെസ് കൂടുതൽ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ഡോട്ടുകൾ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുന്നു. സ്ക്രിബിൾ ഷെയ്ഡിങ്, ഷെയ്ഡിങ് ചെയ്യേണ്ട ഭാഗത്ത് ഏതെങ്കിലും മാർക്കോ ഷെയ്പ്പോ കണ്ടിന്യൂസ് ആയി വരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വെറുതെ കുത്തി വരഞ്ഞുകൊണ്ട് ഷെയ്ഡ് ചെയ്യുന്ന രീതിയാണ് സ്ക്രിബിൾ ഷെയ്ഡിങ്. ടോണൽ ഷെയ്ഡിങ്, കോമണായി ഉപയോഗിക്കുന്ന ഷെയ്ഡിങ് രീതിയാണിത്. ലൈറ്റ് ടോൺ, ഹാഫ് ടോൺ, ഷാഡോ എന്നിങ്ങനെ വ്യത്യസ്ത ടോണുകൾക്കനുസരിച്ച് ഡ്രോയിങ് പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുന്ന രീതിയാണിത്. വ്യത്യസ്ത ഡാർക്ക്നെസ്സിലുള്ള ഡ്രോയിങ് പെൻസിലുകൾ ഉപയോഗിച്ചും ലെയറിംഗ് ചെയ്തും വ്യത്യസ്ത ടോണുകൾ സൃഷ്ടിക്കുന്നു. പോർട്രേറ്റുകൾ വരയ്ക്കുന്ന സമയത്തും മറ്റ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്തും ഈ രീതിയാണ് ഉപയോഗിക്കുന്നത്. ഷെയ്ഡിംഗ് പ്രൊസീജിയർ മനസ്സിലാക്കുവാനായിട്ട് ഒരു സിമ്പിൾ എഗ് ഷേപ്പ് നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ലൈറ്റ് സോഴ്സ്, അതായത് പ്രകാശം ഏത് ഭാഗത്ത് നിന്ന് എന്ന് നിർണ്ണയിക്കുകയാണ് വേണ്ടത്. ഒരു റഫറൻസ് ഉപയോഗിച്ചാണ് വരയ്ക്കുന്നതെങ്കിൽ ആ റഫറൻസിൽ പ്രകാശം ഏതേത് ഭാഗങ്ങളിൽ നിന്നാണെന്ന് ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഇനി സ്വന്തം ഇമാജിനേഷനിൽ നിന്നാണ് വരയ്ക്കുന്നതെങ്കിലും ലൈറ്റ് സോഴ്സ് ഏതേത് ഭാഗങ്ങളിലാണ് എന്ന് നാം ആദ്യം തീരുമാനിച്ചിരിക്കണം. അടുത്തതായിട്ട് ചിത്രത്തിൻ്റെ സാഹചര്യത്തിനും നമ്മുടെ സൗകര്യത്തിനും അനുസരിച്ച് ആവശ്യമുള്ള സ്റ്റെപ്പുകളിലുള്ള ഒരു വാല്യൂ സ്കെയിൽ ഉണ്ടാക്കുകയാണ് വേണ്ടത്. ലൈറ്റ് ടോൺ, മിഡ് ടോൺ തുടങ്ങിയ എല്ലാ ടോണുകളും കൊണ്ടുവരാൻ സാധിക്കുന്ന തരത്തിലുള്ള
ഒരു 6 സ്റ്റെപ്പ് വാല്യൂ സ്കെയിലാണ് നാം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ കോർ ഷാഡോവും കാസ്റ്റ് ഷാഡോവും ഏതാണ്ട് ഒരേ ഡാർക്ക്നെസ്സിലായതുകൊണ്ട് ഒരേ വാല്യൂ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഹൈലൈറ്റ് വൈറ്റ് ആയതുകൊണ്ട് പേപ്പറിൻ്റെ വൈറ്റ് കളർ അതുപോലെ ഒഴിച്ചിടുകയാണ് ചെയ്യുന്നത്. വാല്യൂ സ്കെയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്തതായി ഷാഡോ പാർട്ടും ലൈറ്റ് പാർട്ടും നിർണ്ണയിച്ചതിന് ശേഷം ഷാഡോ പാർട്ട് മുഴുവനും ഏതാണ്ട് റിഫ്ലക്റ്റഡ് ലൈറ്റിന് വേണ്ടി നാം തീരുമാനിച്ചിരിക്കുന്ന ഒരു വാല്യൂവിലോ അതിൽ കുറഞ്ഞ വാല്യൂവിലോ മുഴുവനായി ഷെയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റിഫ്ലക്റ്റഡ് ലൈറ്റിൻ്റെ ഭാഗവും ഇതിനകത്ത് തന്നെ വരുന്നതിനാൽ അതിൽ കൂടിയ വാല്യൂവിൽ ഷെയ്ഡ് ചെയ്യുവാൻ പാടില്ല. ഇങ്ങനെ ഷാഡോ പാർട്ടും ലൈറ്റ് പാർട്ടും വേർതിരിച്ചതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് ലൈറ്റ് പാർട്ടിൽ മിഡ് ടോൺ അഥവാ ഹാഫ് ടോൺ, ലൈറ്റ് ടോൺ എന്നിവയും ഹൈലൈറ്റിനായിട്ട് പേപ്പറിൻ്റെ വൈറ്റ് അതുപോലെ ഒഴിച്ചിടുകയാണ് ചെയ്യുന്നത്. ഷാഡോ ഭാഗത്ത് കോർ ഷാഡോ, കാസ്റ്റ് ഷാഡോ, കോർ ഷാഡോയും കാസ്റ്റ് ഷാഡോയും ഇവിടെ ഒരേ വാല്യൂവിൽ തന്നെയാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഒടുവിലായി ഒക്ലൂഷൻ ഷാഡോ എന്നിവയും ഷെയ്ഡ് ചെയ്യുക. കാസ്റ്റ് ഷാഡോയുടെയും കോർ ഷാഡോയുടെയും വെളിച്ചം തീരെ പതിക്കാത്ത ഭാഗം തന്നെയാണ് ഒക്ലൂഷൻ ഷാഡോ. അവസാനമായി 2 ടോണുകൾ തമ്മിൽ യോജിക്കുന്ന എഡ്ജ് ഭാഗം ബ്ലെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് കോർ ഷാഡോവും ഹാഫ് ടോണും യോജിക്കുന്ന എഡ്ജ് ലൈൻ, അതുപോലെ മിഡ് ടോണും ലൈറ്റ് ടോണും തമ്മിൽ യോജിക്കുന്ന ഭാഗം എന്നിവയൊക്കെ ചെറുതായി ബ്ലെൻഡ് ചെയ്ത് യോജിപ്പിക്കുക. ഇതാണ് ഒരു വസ്തുവിനെ ഷെയ്ഡ് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയർ അഥവാ സ്റ്റെപ്പുകൾ.